ഹായ് എവരിവൺ. നമ്മളിത് നോക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടുന്നത് ആരോടൊക്കെയാണെന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഞാൻ രശ്മി, മൈൻഡ് പവർ ട്രെയിനറാണ്, റിലേഷൻഷിപ്പ് കോച്ചാണ്, പ്രീ മെറിറ്റൽ ലൈഫ് കോച്ചാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടുന്ന ആരോടാണ് അറിയാമോ? ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടത് നമ്മളെ ദ്രോഹിച്ചവരോടാണ്. ഈ നമ്മളെ ദ്രോഹിച്ചവരോട് എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആവാൻ നന്ദി എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അവർ ദ്രോഹിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ദ്രോഹിച്ചവരിൽ നിന്നാണ് ഒരു ഫയർ നമുക്കുണ്ടായത്. ദ്രോഹിച്ചവരാണ് നമ്മളെ വളർത്തിയത്. അവരൊന്നും ദ്രോഹിക്കാതെ അവരൊക്കെ നമ്മളെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന നിലയിൽ എത്തില്ലായിരുന്നു. ജീവിതത്തിലെ പല പാഠങ്ങളും നമ്മൾ പഠിക്കില്ലായിരുന്നു. ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത്, നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വാശിയോടെ ജീവിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവർ, നമ്മളെ ഉപദ്രവിച്ചവർ, മാനസികമായി പീഡിപ്പിച്ചവർ, അല്ലേ? നമ്മൾക്കൊരു വിലയും തരാതിരുന്നവർ, നമ്മളെ ചവിട്ടിത്തേച്ചവർ, അവരല്ലേ ശരിക്കും നമ്മളെ വളർത്തിയത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടുന്ന ആരോടാണ്? നമ്മളെ ഈ ദ്രോഹിച്ചവരോടായിരിക്കണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ്. ആ ദ്രോഹം കൊണ്ട് നമുക്കൊരിക്കലും ഒരു മോശം ഉണ്ടായിട്ടില്ല. ആ ദ്രോഹം കൊണ്ടാണ് നമ്മൾ ഇത്രയും വളർന്നത്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഇനി അവരോടൊന്നും ഒരു പകയും കൊണ്ട് നടക്കരുത് കേട്ടോ. നമുക്കിപ്പോൾ ശരിക്കും അവരോടൊരു വികാരം എന്താ? ഒരു ദേഷ്യം. ഇവരെന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവരെ കാണുമ്പോൾ ഒരു വെറുപ്പ്, വിദ്വേഷം. ഇനി അതൊന്നും വേണ്ട. ശരിക്കും നിങ്ങളെ വളർത്തിയത് അവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. പിറകിൽ നിന്ന് കുത്തിയവർ, ചതിച്ചിട്ട് പോയവർ, നമ്മളെ പല രീതിയിൽ അവഗണിച്ചവർ, പുച്ഛിച്ചവർ, നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചവർ, മാനസികമായി പീഡിപ്പിച്ചവർ, അല്ലേ? ഒരു വിലയും കാണാതെ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവർ, അവരൊക്കെയല്ലേ ശരിക്കും അവർക്കൊക്കെയല്ലേ നമ്മൾ നന്ദി കൊടുക്കേണ്ടത്. ശരിക്കും നമുക്ക് അവരോടൊക്കെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് ഇനി മുതൽ അവരെല്ലാം നിരത്തിയോടെ നിർത്തിയിട്ട് എല്ലാവരോടും ഒരു നന്ദി പറയുക. ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നന്ദി പറയുന്നത്. ഇവരോട് നന്ദി പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വളരുന്നത്, അല്ലേ? ഇവരോട് നന്ദി പറഞ്ഞെങ്കിലേ, ഇവരോട് ക്ഷമിച്ചു കൊടുത്തെങ്കിലേ നമ്മുടെ ഉള്ളിൽ നമുക്ക് വളർച്ച ഉണ്ടാവും. നമ്മുടെ ഉള്ളിലെ ബ്ലോക്കുകൾ മാറി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയിൽ പോകാൻ പറ്റും. നമ്മൾ വിചാരിക്കും ക്ഷമിച്ചു കൊടുക്കുന്നതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണെന്ന്. അല്ല, അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അവരോട് നന്ദി ഉണ്ടായിരിക്കുക, എപ്പോഴും അവരോട് ക്ഷമിച്ചു കൊടുക്കുക, അവരോട് പുറത്തു കൊടുക്കുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ബ്ലോക്കുകൾ മാറും. നമ്മുടെ ഉള്ളിൽ ഈ പകയും വിദ്വേഷവും വെറുപ്പും ഇരുന്നാലുണ്ടല്ലോ, നമ്മുടെ വളർച്ചയ്ക്ക് തന്നെയാണ് അതൊരു തടയിടുന്നത്. അപ്പം നമ്മുടെ വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരോടങ്ങ് പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അവരെല്ലാം നിരത്തി നിർത്തിയിട്ട് എല്ലാവർക്കും ഒരു താങ്ക് യു സോ മച്ച്, എല്ലാവരോടും നന്ദി പറഞ്ഞേക്കും. മനസ്സിൽ എല്ലാവരോടും നന്ദി പറഞ്ഞേക്കുക. അവരുടെ അടുത്ത് പോയി പറയണ്ട, നമ്മുടെ മനസ്സിൽ അവരോട് നമ്മൾ പുറത്തു വന്ന് അവർ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മുടെ മനസ്സിൽ അവർക്ക് ക്ഷമ കൊടുത്താൽ നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ പാര ഇറങ്ങിപ്പോയി. നമ്മുടെ മനസ്സിൽ അവരോടൊരു ചിത്രം മാറി. ശരിക്കും ഇവരാണല്ലോ എന്നെ വളർത്തിയത്, അവരെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഒന്നും മിണ്ടിയില്ലെങ്കിലും പകയില്ലാതെ അഥവാ ഇന്ന് ചിരിക്കണമെങ്കിൽ ഇത് ചിരിച്ചിട്ട് വെക്കും. നമ്മുടെ ഉള്ളിലെ ആ പക അലിഞ്ഞില്ലാതാകുമ്പോൾ തന്നെ നമ്മളിലേക്ക് അവസരങ്ങൾ വന്നു ചേരും. നമ്മുടെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടക്കും. ഈ പകയും വിദ്വേഷവും ഒന്നും ചുമന്നുകൊണ്ട് നടക്കാതെ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡോടെ നന്ദിയോടെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിൽ നമ്മൾ എത്താൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട്, നന്ദി കൊടുക്കുന്നത് കൊണ്ട്, ക്ഷമ നമ്മൾ കൊടുക്കാൻ പരിശീലിക്കുന്നത് കൊണ്ട്, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുന്നത് കൊണ്ട്, നന്ദി പറയാൻ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ ശരിക്കും നന്ദി കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ ക്ഷമ കൊടുത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിലൊക്കെ ഒരു ഉയർച്ചയിലെത്താൻ പറ്റുന്നു. പക്ഷേ ഈ ക്ഷമയും നന്ദി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റാത്ത രണ്ട് വാക്കുകളാണ്. നന്ദി, താങ്ക് യു. ക്ഷമ കൊടുക്കുക എന്നുള്ളത്, നമ്മൾ അവരോട് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ പകയോ വിദ്വേഷമോ ദേഷ്യമോ ആരോടാണോ തോന്നിയിട്ടുള്ളത്, അവരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അവരാണ് നമ്മളെ വളർത്തിയത്, അവരാണ് നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിച്ചത്. അവരോടാണ് നമ്മൾ കൂടുതൽ താങ്ക്ഫുൾ ആകേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ഒരാൾക്ക് ക്ഷമ കൊടുക്കാം. ഇത് ക്ഷമ കൊടുക്കുമ്പോൾ നന്ദി പറഞ്ഞു ശരി, നമ്മൾ ഈ ക്ഷമ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ക്ഷമ കൊടുക്കാൻ. നമുക്ക് ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് പറയാനേ പറ്റും. ക്ഷമ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ക്ഷമ കൊടുക്കാനും സാധിച്ചൊന്നുമില്ല. ചിലപ്പോൾ അത്രയ്ക്ക് നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവർക്ക് ക്ഷമ കൊടുക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ അവർക്കോട് ക്ഷമ കൊടുത്തു കഴിഞ്ഞു, ഞാൻ എന്നേ ക്ഷമ കൊടുത്തു കഴിഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവരോട് പകയില്ല, വിദ്വേഷമില്ല എന്ന്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധ മനസ്സിൽ ഇതൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചില പ്രാക്ടീസുകൾ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിസ്സാരമായിട്ട് നമുക്ക് ഈ ക്ഷമ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ക്ഷമ കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ഷമ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മൈൻഡ് ബ്ലോക്കുകൾ മാറി, നമുക്ക് മണി വരാനുള്ള ബ്ലോക്കുകൾ വരെ മാറും. നമ്മുടെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആകും. ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കരിയർ നമ്മൾ ഉയർച്ചയിലെത്തും. ഒരുപാട് ഈ ക്ഷമ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളിലെത്താൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ക്ഷമ കൊടുക്കണം, നിങ്ങൾക്ക് ലൈഫ് കോച്ചിങ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.